ഇന്നത്തെ റെസിപ്പി ഒരു പഴംപൊരിയാണ്. പഴംപൊരി ആണെങ്കിലും കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഈ പഴംപൊരി തയ്യാറാക്കിയിരിക്കുന്നത്. ഇങ്ങനെ തയ്യാറാക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സെലിബ്രിറ്റി ഈ പഴംപൊരി റെസിപ്പി തയ്യാറാക്കിയിരുന്നു. തയ്യാറാക്കി വന്നപ്പോൾ പഴം വേറെ, അതിൻ്റെ കോട്ടിങ് വേറെ രീതിയിലാണ് കാണിച്ചത്. അപ്പോൾ എനിക്കത് പെർഫെക്റ്റായി നിങ്ങൾക്ക് ഷെയർ ചെയ്യണം തോന്നി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ പഴംപൊരി തയ്യാറാക്കാൻ ഞാൻ 1/2 കിലോ പഴം എടുത്തിട്ടുണ്ട്. തിന്നായിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഇത്തിരി പഴുത്ത പഴം എടുക്കുക കേട്ടോ. നല്ലപോലെ അല്ല, അത്യാവശ്യം പഴുത്തൊരു പഴം എടുക്കുക. അപ്പോൾ നമ്മൾ 200 ഗ്രാം എന്ന അളവിൽ ഞാൻ മൈദ എടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ 8 മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 50 ഗ്രാം എന്ന അളവിൽ അരിപ്പൊടി ചേർത്തി കൊടുക്കുക. പത്തിരിക്കോ നൂൽപുട്ടിനുള്ള അരിപ്പൊടി ചേർത്തി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചെറിയൊരു ടീസ്പൂണിന് 1 ടീസ്പൂൺ സോഡാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാ ടീസ്പൂൺ ആണെങ്കിൽ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഉപ്പാണ്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് 4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് എരിവിനും കുറച്ച് കളറിനും വേണ്ടി നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ എന്ന അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചേരുവകളൊക്കെ ചേർത്തതിന് ശേഷം ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ബാറ്റർ തിക്കല്ല ലൂസല്ലാത്ത രീതിയിൽ ചെയ്തെടുക്കണം. വെള്ളത്തിൻ്റെ അംശം കൂടിക്കഴിഞ്ഞാൽ പഴത്തിൽ കോട്ടിങ് പിടിക്കില്ല. നമ്മുടെ ബാറ്റർ 3-4 മിനിറ്റ് ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഒരു തുള്ളി മാവ് വറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പഴവും ഇതേപോലെ ബാറ്ററിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പഴം ഓരോന്നായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ ചെയ്തെടുത്ത പഴംപൊരി ആണെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി തന്നെയാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പഴംപൊരിയാണ് കേട്ടോ. അരിപ്പൊടിയൊക്കെ ഇട്ടതാണല്ലോ. നമ്മുടെ പഴത്തിലൊക്കെ കോട്ടിങ്ങൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓരോ പഴം ഇതേപോലെ ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് വരാം.